പറയിപെറ്റ പന്തിരുകുലം ഭാഗം 6. പറയിപെറ്റ പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ പെരുന്തച്ഛനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വരരുചി പഞ്ചമി ദമ്പതികൾക്ക് മൂന്നാമനായി ജനിച്ച മകനാണ് ഉളിയന്നൂർ തച്ചൻ എന്ന പെരുന്തച്ഛൻ എന്ന് പറയപ്പെടുന്നു. പന്തിരുകുലത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ദിവ്യനായിരുന്നു പെരുന്തച്ഛനും. വരരുചി ഉപേക്ഷിച്ച കുഞ്ഞിനെ ഉളിയന്നൂരിലെ പന്നനാശാരി എടുത്തു വളർത്തുന്നു. മരിച്ചുപോയ ഭാര്യ തനിക്കൊരു മകനെ തന്നതാണെന്ന് വിശ്വസിച്ച് അവനെ അദ്ദേഹം രാമൻ എന്ന് പേരിട്ട് സ്നേഹത്തോടെ വളർത്തി. എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു ഗ്രാമമാണ് ഉളിയന്നൂർ. ആലുവ നഗരത്തോടടുത്തുള്ള പെരിയാറിന്റെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വളർത്തച്ഛനിൽ നിന്നും തച്ചുശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന രാമൻ വളർന്നു. അക്കാലത്ത് നാട്ടിൽ പടർന്നു പിടിച്ച വസൂരി അച്ഛന്റെ ജീവനെടുത്തപ്പോൾ യുവാവായിരുന്ന രാമൻ ഉളിയന്നൂർ വിട്ട് നാട് ചുറ്റി സഞ്ചരിച്ചു. നിരവധി പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നും സംസ്കൃതവും വേദഗണിതവും ഉൾപ്പെടെ അറിവിന്റെ സാഗരത്തിൽ തന്റെ അന്വേഷണ തൃഷ്ണകളാൽ കെട്ടിയുണ്ടാക്കിയ തടികൊത്തിയുണ്ടാക്കിയ തോണിയിൽ അടുത്തെറിഞ്ഞു. കഠിന അധ്വാനിയും മിടുക്കനുമായ ആ യുവാവിന്റെ കീർത്തി ക്രമേണ ഉളിയന്നൂരും കടന്ന് നാനാദിക്കിലുമെത്തി. അതിബുദ്ധിമാനായിരുന്ന രാമൻ തച്ചുവിധിയിൽ തൻ്റെതായ ചില തന്ത്രങ്ങൾ കൂടി പ്രയോഗിക്കുക വഴി ഒരു ദിവ്യൻ കൂടിയാണെന്ന് പേരെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അറിയുന്നവർ ആ പ്രതിഭയെ ബഹുമാന പുരസ്സരം പെരുന്തച്ഛൻ എന്ന് വിളിച്ചു. ഭാരതത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളിൽ പലതും അദ്ദേഹം നിർമ്മിച്ചവയാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ തച്ചുശാസ്ത്രത്തിന്റെ അതികായനായി പെരുന്തച്ഛൻ അറിയപ്പെട്ടു. പെരുന്തച്ഛന്റെ അപാരമായ പാണ്ഡിത്യത്തെ പ്രകീർത്തിക്കുന്ന നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ക്ഷേത്രത്തിന്റെ ഉപയോഗത്തിനായി ഒരു കുളം കുഴിക്കണമെന്ന് ഊരായ്മക്കാർ പെരുന്തച്ഛനോട് ആവശ്യപ്പെട്ടു. കുളം കുഴിച്ച് കല്ല് കെട്ടാൻ തുടങ്ങിയപ്പോൾ കുളത്തിന്റെ ആകൃതിയെ ചൊല്ലി ഊരായ്മക്കാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർക്ക് കുളം വട്ടത്തിലും മറ്റു ചിലർക്ക് കുളം നീളത്തിലും ഇരിക്കണം. എന്നാൽ മറ്റൊരു കൂട്ടർക്കാകട്ടെ കുളം അണ്ഡാകൃതിയിലോ സമചതുരാകൃതിയിലോ നിർമ്മിക്കണമെന്നായി. ഇത് കേട്ട അടുത്ത കൂട്ടർ കുളം ത്രികോണത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു. ആശയഭിന്നത തർക്കത്തിലേക്ക് എത്തിയപ്പോൾ പെരുന്തച്ഛൻ തന്നെ പരിഹാരം പറഞ്ഞു. വഴക്കിടേണ്ട, കുളം വട്ടത്തിൽ, നീളത്തിൽ, ചതുരത്തിൽ, ത്രികോണത്തിൽ, അണ്ഡാകൃതിയിൽ തന്നെ നിർമ്മിക്കാം. അങ്ങനെ വഴക്ക് അവസാനിച്ചു. കുളം പൂർത്തിയാക്കി. ആ കുളത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും നോക്കിയപ്പോഴും ഊരായ്മക്കാർ പറഞ്ഞ ആകൃതിയിൽ കുളം കാണപ്പെട്ടു. പക്ഷെ പ്രശ്നം അതായിരുന്നില്ല. കുളത്തിലിറങ്ങിയാൽ ജപത്തിന് ദിക്കറിയാൻ കിഴക്കും പടിഞ്ഞാറും അറിയാൻ പുരോഹിതർക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ ആ കുളത്തിൽ ക്ഷേത്രാവശ്യങ്ങൾക്ക് പൂജാരിമാർ ഇറങ്ങിയില്ല എന്നാണ് ഐതിഹ്യം. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന മായ കാഴ്ചയാണ് കണക്കുകൂട്ടലുടെ സഹായത്തോടെ പെരുന്തച്ഛൻ ക്ഷേത്രക്കുളം നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് ശാസ്ത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു കൂട്ടം ആൾക്കാരുടെ ഐക്യമില്ലാത്ത പലതരം താല്പര്യങ്ങൾ പിന്നീട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ കഥ നമ്മോട് പരോക്ഷമായി പറയുന്നുണ്ട്. ഈ കുളത്തിനോടനുബന്ധിച്ച് മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. പെരുന്തച്ഛന് ദിവ്യനായൊരു മകനുണ്ടായിരുന്നു, അച്ഛനേക്കാൾ കേമൻ. പെരുന്തച്ഛൻ ഈ കുളം കുഴിച്ചപ്പോൾ മകൻ പുഴ കടന്ന് ഈ കുളത്തിലേക്കാരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. അക്കാലത്ത് പുഴ പുതിയ കുളത്തിന്റെ അടുത്തു നിന്നും ഒരുപാട് ദൂരെയായിരുന്നതിനാൽ ഇത്രയും ദൂരെ ആയതുകൊണ്ട് വരില്ല എന്ന അച്ഛന്റെ മറുപടിക്ക് വരട്ടെ, നമുക്ക് കാണാമെന്ന് മറുപടി നൽകി. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും പുഴയുടെ ഗതി മാറി ക്ഷേത്രത്തിനും കുളത്തിനും മധ്യേ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ പുഴ കടന്ന് കുളത്തിനരികിലേക്ക് ആരും വരാതെയായി എന്നാണ് കഥ. അതുപോലെ തന്നെ പ്രസിദ്ധിയാർജിച്ച മറ്റൊരു കഥയാണ്. ഒരിക്കൽ നദിക്ക് കുറുകെ പെരുന്തച്ഛൻ ഒരു പാലം നിർമ്മിച്ചു. പാലത്തിൽ ചെറിയൊരു കുസൃതിയും ഒപ്പിച്ചു വെച്ചു. പാലത്തിന്റെ ഒരറ്റത്ത് ഒരു മരപ്പാവയെ പണിത് വെച്ചു. പുഴ കടക്കാനായി ആരെങ്കിലും പാലത്തിലേക്ക് കയറിയാൽ മരപ്പാവ നദിയിലേക്ക് താണു പോകും. യാത്രക്കാരൻ പാലത്തിന് മധ്യത്തിൽ എത്തുമ്പോഴേക്കും കവിളിൽ വെള്ളം നിറച്ച് മരപ്പാവ ചരടിൽ തൂങ്ങി പാലത്തിന് മുകളിലേക്ക് പൊന്തി വരും. യാത്രക്കാരൻ പാലം കടക്കാറാകുമ്പോഴേക്കും അയാൾക്കരികിൽ എത്തുന്ന മരപ്പാവ കവിളിൽ നിറച്ച വെള്ളം യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് നീട്ടിത്തുപ്പും. ഈ വിദ്യ എല്ലാവരിലും അത്ഭുതമുണ്ടാക്കിയെങ്കിലും പാലം കടക്കുന്നവർക്ക് ഇത് ദുസ്സഹമായ ഒരു അനുഭവമായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ പാവയുടെ തുപ്പേറ്റ് നനഞ്ഞുകൊണ്ടിരുന്നു.
എന്നാൽ ഇത് കണ്ട പെരുന്തച്ഛന്റെ മകൻ ഈ പാവ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. മകൻ പാലത്തിന്റെ അറ്റത്ത് കുറച്ചു മുമ്പിലായി മറ്റൊരു മരപ്പാവയെ പാലത്തിന് സമാന്തരമായി നീങ്ങുന്ന രീതിയിൽ ഘടിപ്പിച്ചു. യാത്രക്കാരൻ പാലത്തിൽ കയറുമ്പോൾ പാവ അയാൾക്ക് മുമ്പേ ചലിച്ചു തുടങ്ങും. യാത്രക്കാരൻ പാലത്തിന്റെ മറുതലിക്കൽ എത്തുമ്പോഴേക്കും കവിളിൽ വെള്ളവുമായി തുപ്പാനായി ഉയർന്നു വരുന്ന പെരുന്തച്ഛന്റെ പാവയുടെ കവിളിൽ ഈ പാവ ആഞ്ഞടിക്കും. അതോടെ അടികൊണ്ട് ദിശ മാറുന്ന പാവയ്ക്ക് യാത്രക്കാരൻ നനയ്ക്കാൻ കഴിയില്ല. ഇത് കണ്ട പെരുന്തച്ഛൻ തന്റെ കവിളിൽ അടികൊള്ളുന്നതായി തോന്നിയെന്നും മകനോട് ശത്രുത തോന്നിയെന്നും വിവിധ അഭിപ്രായങ്ങൾ പറയപ്പെടുന്നു. അച്ഛനേക്കാൾ മിടുക്കനായി വളർന്ന മകൻ. പെരുന്തച്ഛൻ സ്നേഹപൂർവ്വം മകനെ കണ്ണൻ എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടിക്കാലം മുതൽക്കേ അവനിൽ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധി സാമർഥ്യമുണ്ടായിരുന്നു. തൻ്റെ മകന്റെ സാമർഥ്യത്തിൽ അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ സ്നേഹം അസൂയയിലേക്കും വിദ്വേഷത്തിലേക്കും വഴിമാറിയെന്ന് ഒരു ഭാഗം ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കെ പെരുന്തച്ഛൻ മുകളിലും മകൻ താഴെയുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെരുന്തച്ഛന്റെ കയ്യിൽ നിന്നും വീതുളി അബദ്ധത്തിൽ വഴുതിപ്പോയി മകന്റെ കഴുത്തിന് മുറിപ്പെടുത്തുകയും മകൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് പെരുന്തച്ഛൻ മനഃപൂർവ്വം ചെയ്തതാണെന്നും കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും രണ്ട് വ്യാഖ്യാനമുണ്ട്. മകന്റെ മരണത്തോടെ പെരുന്തച്ഛൻ വളരെ വിഷമത്തിലായി. ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തി. ഭാര്യ ജാനുവും സഹോദരങ്ങളും സാന്ത്വനിപ്പിച്ചെങ്കിലും ഇതൊന്നും പെരുന്തച്ഛനെ ആശ്വസിപ്പിച്ചില്ല. പിന്നീടുള്ള കാലം അദ്ദേഹം അലഞ്ഞു തീർത്തു എന്നും പറയപ്പെടുന്നു. പെരുന്തച്ഛനെ കുറിച്ച് പ്രസിദ്ധിയാർജിച്ച അനേകം കഥകൾ ഇനിയുമുണ്ട്. പറയിപെറ്റ പന്തിരുകുലം ഭാഗം 7 ഉടൻ വരാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 5 ഭാഗങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പറയിപെറ്റ പന്തിരുകുലം ഭാഗം 7 ഉടൻ വരാം.